ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 2026 നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോ ആണ് നമ്മളിന്ന് ഇടാൻ പോണത്. അപ്പോൾ പെരയ്ക്ക് മുകളിൽ പണം കായ്ക്കണ മരമായാലും പെരയ്ക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളയണം എന്നാണല്ലോ പണ്ടത്തെ കാരണന്മാർ പറയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ എലിഞ്ഞിയുടെ കടയ്ക്ക് ചെയ്ത അതായത് ഗാർഡനൊക്കെ നമ്മൾ മാറ്റാണ്. ഇവിടെ ഇരിക്കുന്ന ഓടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാണ്ട. എലിഞ്ഞിയുടെ കടയ്ക്ക് ചെയ്ത അതായത് ഗാർഡനൊക്കെ നമ്മൾ മാറ്റാണ്. ഇവിടെ ഇരിക്കുന്ന ഓടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാണ്ട. അപ്പോൾ കൂടുതൽ ചവറായപ്പോൾ ചവറൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ടിരുന്നത്. ഇപ്പോൾ ഇതേ മരം വെട്ടണ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഇതേ വെട്ടി തുടങ്ങി. അവർ പരമാവധി നമ്മളുടെ ചെടികളൊക്കെ പോവാണ്ട് തന്നെയാണ് മരച്ചില്ലകളൊക്കെ വെട്ടിയിടണത്. അത്രയും വലിയ കമ്പുകളൊക്കെയാണ് ആയിട്ട് നിന്നത്. അപ്പോൾ അതേ മക്കളൊക്കെ പാടി സഹായിച്ച് കൊമ്പുകളൊക്കെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വേഗം മാറ്റാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ മക്കളും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ സഹായിക്കാനായിട്ട്. നമ്മുടെ മുറ്റത്ത് നിറഞ്ഞു അതിൻ്റെ ഇലകൾ മൊത്തം. മുറ്റം നിറച്ചുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇല. അപ്പോൾ അതേ ഇലകളൊക്കെ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കമ്പ് പകുതി വെച്ച് നമ്മൾ മുറിച്ച് നിർത്താൻ കേട്ടോ ചെയ്യണേ. അതേ നമ്മുടെ ഈ ചെടികളൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട്. എങ്ങനെയായിരിക്കും എന്നുള്ള അവസ്ഥയൊന്നും ഇതൊക്കെ മാറ്റിയാലേ അറിയാൻ പറ്റുള്ളൂ. കുറേയൊക്കെ അവർ അതിൻ്റെ അടിയിൽ പെട്ടിട്ടുണ്ട് ചെടികൾ. നമുക്ക് ചവറൊക്കെ മാറ്റിയാലേ അറിയാൻ പറ്റുള്ളൂ എന്തോരം നശിച്ചു പോയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ചരൽ, അതായത് ഈ തൂപ്പ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ ചരലടക്കം പോവാണ്ട്. അത്രയും വെയിറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇലകൾക്ക്. വെള്ളം കൂടി ആയപ്പോൾ ഭയങ്കര വെയിറ്റായിരുന്നു. അപ്പോൾ നമ്മളിത് കൊണ്ടുവന്നിടുന്നത് നമ്മുടെ കണ്ടത്തിലാണ് കേട്ടോ. നമ്മൾ ഞാറ് നട്ട കണ്ടത്തിലാണ് കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ കണ്ടം മൊത്തം ഇപ്പോൾ എലിഞ്ഞിമരത്തിൻ്റെ ചില്ലകളാണ് കേട്ടോ ഫുള്ള്. അതായത് ആ കണ്ടം മൊത്തം എലിഞ്ഞിമരമായി. ഇപ്പോൾ ഇത് പകുതിയൊക്കെ വരിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ. പിന്നെ ഇതേ കഷ്ണങ്ങളാട്ടിയിട്ട് വെച്ചേക്കണതാണ്. ഇപ്പോൾ ഇതേ രാത്രി ആയിട്ടാണ്, എന്നിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയും ഉണ്ടായിരുന്നു ബാക്കി കുറേ. അപ്പോൾ ഇതേ ഇനിയുണ്ട്. അപ്പോൾ നമ്മുടെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വിറകുകളൊക്കെ അട്ടിയിട്ട് വയ്ക്കണം. അപ്പുറത്തേക്ക് കൊണ്ടുപോകണം വിറകുകളൊക്കെ. ഇലകളൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. തൂക്കുകളൊക്കെ മാറ്റി. അവസാനത്തെ തൂക്കും കൂടിയാണ് ഈ വാരിക്കൊണ്ടുപോകണത് കേട്ടോ. അതും കൂടി കഴിഞ്ഞാൽ ചില്ലകളുടെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അതായത് ചില്ലകളൊക്കെ വാരി മാറ്റിയിട്ടുണ്ട്. പിന്നെ അതേ ആ മരം കട്ട് ചെയ്തതിൻ്റെ പൊടികളാണ് കേട്ടോ കാണുന്നത്. മെത്ത പോലെയാണ് പൊടികൾ കിടക്കണത്. ഇനി ഇതൊക്കെ നമുക്ക് അടിച്ചു കൂട്ടി കളയണം. ചരലിൽ മൊത്തം ഇപ്പോൾ ചരൽ കാണാത്ത രീതിയിൽ പൊടിയായേക്കാണ് കേട്ടോ. മരം കട്ട് ചെയ്തതിൻ്റെ പൊടികളായേക്കാണ്. പിന്നെ ദേവസ്ഥത്തൊക്കെ ചെടികളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇത് അധികം പോയിട്ടില്ല. അരയിലി അധികം പോയിട്ടുണ്ടായില്ല. ഈ വശത്തൊക്കെ കുറേയൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അവർ വെട്ടിയിട്ടു കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നേരം വെളുത്തിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി. അപ്പോൾ അതിൻ്റെ പൊടികളൊക്കെ കുറേ ഒലിച്ചു പോയെങ്കിലും പിന്നെയും കുറേ കിടക്കുന്നുണ്ട്. നമുക്കിനി മുറ്റം അടിച്ച് ഒന്നേന്ന് തുടങ്ങണം. നമ്മുടെ ഗാർഡനൊക്കെ രണ്ടാമത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം.